ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. വീട് പണിയുടെ അപ്ഡേറ്റ്സ് എന്തായെന്ന് ഒരുപാട് പേര് കമൻസ് ആയിട്ട് മെയിലായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ വീട് പണിയുടെ അവസാന ഘട്ടത്തിലാണ് കേട്ടോ ഇപ്പോൾ. അതായത് വീടിൻ്റെ പാലുകാച്ചിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ദിവസത്തിനുള്ളിൽ വീട് പാലുകാച്ചാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുപോലെ തന്നെ വീട് പണി ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ ഇരുന്നാലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്തിട്ട് അങ്ങനെ കയറുന്നില്ല. കുറച്ച് വർക്ക് ഇനിയും ബാക്കിയുണ്ട്. അത് നിർത്തിയിട്ട് തന്നെയാണ് വീട്ടിലേക്ക് കയറുന്നത്. എത്രയും പെട്ടെന്ന് കയറണം എന്നുള്ളതിൻ്റെ പേരിൽ കുറച്ച് വർക്കൊക്കെ ബാക്കിയുണ്ട്. അത് സാരമില്ലാന്ന് വെച്ചിട്ട് എടുത്തിട്ട് ഇപ്പോൾ പാല് കാച്ചി കയറിയാണ് കേട്ടോ. 3-4 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ കുറച്ച് ക്ലിപ്സുകൾ മാത്രമേ വീഡിയോ പണിയുടെ വർക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 3-4 ദിവസം മുമ്പുള്ളതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളും അതുപോലെ തന്നെ മുമ്പേ ഞാൻ എടുത്തു വെച്ചിരുന്നത് അതൊക്കെ ചേർത്തിട്ട് ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പാലുകാച്ചാണ്. അപ്പം കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വർക്ക് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ വരുന്ന ഗേറ്റിൻ്റെയും വർക്കാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2 മാസത്തിന് മുമ്പുള്ള വർക്കാണിത്. അതായത് നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ട് വാള്, ഗേറ്റ്, അതുപോലെ ലാൻഡ്സ്കേപ്പ്, കാർപോർച്ച്, ബാൽക്കണി, ഇതെല്ലാം നമ്മുടെ സ്കോപ്പിൽ വരുന്നതാണ്. കൺസ്ട്രക്ഷൻ്റെ ആ ഒരു സ്കോപ്പിൽ വരുന്നതല്ല, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ തന്നെ ലേബേഴ്സിനെയും മേസ്ത്രിയൊക്കെ കണ്ടെത്തി നമ്മൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഇതെല്ലാം. ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ മതിലിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അകത്ത് വന്നിട്ട് നമ്മൾ ചെടിയൊക്കെ വെക്കാനുള്ള ആ ചെടിയുടെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡ് ഇതുപോലെ നമ്മുടെ കിണർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കിണറിൻ്റെ വർക്കെല്ലാം ഞാൻ അതായത് ഇതിൻ്റെ ഡിസൈനൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുത്ത ഡിസൈനൊക്കെയാണ് കേട്ടോ. ഈ ഡിസൈനും ഒക്കെ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്തതാണ്. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ കിണറിൻ്റെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് അതായത് ഇപ്പോൾ ഒരുപാട് ഡിസൈനിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചിരുന്നു. പിന്നീട് പോകെ അത് വേണ്ടാന്ന് വെച്ചിട്ട് സാധാരണ നോർമൽ ഡിസൈനിലാണ് നമ്മൾ കിണർ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിൽ പെയിൻറ്റിങ്ങും ഒക്കെ എല്ലാ സൈഡിലൊക്കെ പെയിൻറ്റിങ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാകും എന്നാണ് പറയണേ. പിന്നെ ഈ ഒരു വർക്ക് നടക്കുന്നത് ഇത് നമ്മുടെ മെയിൻ കിച്ചണിലേക്ക് ഞാൻ എടുത്ത കോട്ട്സ് ആയിരുന്നു. വീട് പണി തുടങ്ങുന്നതിന് മുന്നേ, അതായത് വീട് എപ്പോഴെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കിച്ചണിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് കോട്ട്സ് ഇടണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എടുത്ത കോട്ട്സ് ആണ്. ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ കോട്ട്സ് വേണ്ടെന്നൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇരുന്നാലും എനിക്ക് തുടക്കം മുതലേ ഉള്ള വീട് വെക്കും മുന്നേ ഉള്ള ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോട്ട്സ് എടുത്തത്. കാരണം കോട്ട്സിൽ കുറച്ച് സ്റ്റെയിനൊക്കെ ഉണ്ടാകുമെന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കോട്ട്സ്, ക്വാളിറ്റിയുള്ള കോട്ട്സ് എടുത്താൽ മാത്രമേ അത്തരം സ്റ്റെയിനുകൾ ഉണ്ടാവാതിരിക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള കോട്ട്സാണ് നമ്മുടെ കിച്ചണിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഓപ്പൺ കിച്ചണിലേക്ക് എടുത്തതായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്കോപ്പിൽ വരുന്നത് തന്നെയാണ്. നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഈ ഒരു വർക്കെല്ലാം. കോട്ട്സൊക്കെ ഇടാനായിട്ട് കുറച്ച് സ്കിൽഡ് വർക്കായിട്ടുള്ള ലേബേഴ്സിനെ തന്നെ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇവർ നല്ല രീതിക്ക് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇവർ നമുക്ക് കോട്ട്സൊക്കെ ഇട്ട് തന്നെ കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വെക്കുന്നതാണ്. ഇതും ഞാൻ തന്നെ ഡിസൈൻ കൊടുത്തതാണ്. ഇങ്ങനൊരു ഈ രീതിയിൽ നമ്മുടെ വീട്ടിലെ, അതായത് ഇത് ലിവിങ് റൂമിൻ്റെ ഒരു പാർട്ടീഷൻ്റെ തൊട്ടടുത്തായിട്ടായിരിക്കും കേട്ടോ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത് ചെയ്തു വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ പാലുകാച്ച സമയത്തിന് ഞാനത് പറഞ്ഞു തരാം കേട്ടോ. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഞാൻ വെക്കുന്ന ഒരു കാര്യമാണ്. ഈ ഡിസൈനൊക്കെ ഞാൻ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അതൊരെനിക്ക് വെച്ച് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു 3Dയിൽ വരുന്നത് പോലെ ഈ ഒരു രീതിക്ക് ഉണ്ടാവും എന്നും പറഞ്ഞ ഒരു ഫസ്റ്റ് എനിക്ക് വെച്ച് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതൊരു ഷെൽഫാണ്. ആ ഷെൽഫ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ പിന്നീട് പറയാം. ചെയ്തു വരുമ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. 3Dയിൽ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ചെയ്തു വരുമ്പോഴും അതുപോലെ തന്നെ ഉണ്ടാകും തോന്നുന്നു. ഇപ്പോൾ ഇതൊക്കെ ഏകദേശം പെർഫെക്റ്റ് ആണ്. ഇതൊക്കെ ഞാൻ കുറച്ച് മുമ്പേ എടുത്ത കുഞ്ഞു ക്ലിപ്സുകളാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇടുന്നേ ഉള്ളൂ. ലാസ്റ്റ് ഞാൻ ചെയ്ത നമ്മുടെ വീടിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് തന്നിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ 2ാമത്തെ നിലയുടെ വാർപ്പ് കഴിഞ്ഞിരുന്ന ഒരു സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ആകെ നമ്മുടെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ പാലുകാച്ചിൻ്റെ ഈ ഒരു സമയം വരെ ഏകദേശം 2.5 വർഷത്തോളം എടുത്തു കേട്ടോ നമ്മുടെ ഈ വീട് വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു, ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം നമുക്കൊന്ന് ഡിലേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തുനിന്നും ഇന്ത്യൻ ടീംസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് അവരുടെ സൈഡിൽ നിന്നും ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി. അങ്ങനെയാണ് ഈ ഇത്രയും ദിവസം ഇങ്ങനെ നീണ്ടു നിന്ന് പോയത്. ഇപ്പോൾ ഈ കാണുന്നത്
നമ്മുടെ വർക്കിംഗ് കിച്ചൻ്റെ ക്യാബിൻസ് ഒക്കെ തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്നതിനേക്കാൾ സെക്കൻഡ് കിച്ചൺ എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ഞാനിത് ഓപ്പൺ കിച്ചനും നമ്മുടെ സെക്കൻഡ് കിച്ചനും ഒക്കെ ഏകദേശം ഒരുപോലെ ഒരേ രീതിക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും അതായത് സെപ്പറേറ്റ് ആയിട്ടില്ല, നമ്മുടെ വീടിനോടുകൂടി ചേർന്നിട്ട് തന്നെയാണ് രണ്ട് കിച്ചനും വരുന്നത്. അതിൻ്റെ പേരിൽ സെക്കൻഡ് കിച്ചൺ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വർക്കുകളൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഈ ഒരു കിച്ചണിൽ, അതായത് ഇപ്പോൾ വർക്കിംഗ് കിച്ചനായിട്ട് എടുത്തിട്ടുള്ള ഇതിൽ തന്നെ ആയിരിക്കും നടക്കുന്നത്. ഓപ്പൺ കിച്ചണിൽ അങ്ങനെ ഒഴിച്ചിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് ഓപ്പൺ കിച്ചണിൽ. ഇപ്പോൾ ഓപ്പൺ കിച്ചൻ്റെ അവസ്ഥ ഇതാണ്. ഇതിപ്പോൾ PU പെയിൻ്റാണ് ഓപ്പൺ കിച്ചണിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പുട്ടിയൊക്കെ ചെയ്ത് പോളിഷിംഗ് ഒക്കെ ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. ഇനി പുട്ടി വരും എന്ന് തോന്നുന്നു, ഇതിൻ്റെ മുകളിലേക്കൊക്കെ പുട്ടി വരും എന്ന് തോന്നുന്നു, എന്നിട്ടാണ് PU ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഓപ്പൺ കിച്ചൻ്റെ ക്യാബിൻസൊക്കെ വരുന്നത്. നമ്മുടെ ടോൾ യൂണിറ്റാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം ദിവസങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ദിവസത്തെ ഞങ്ങളുടെ അനുഭവത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വഴിയെ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വീട് വെക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു മേൽനോട്ടം, നമ്മുടെ ഒരു ഇൻവോൾവ് എപ്പോഴും ആ വീട്ടിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പം ഞങ്ങൾ താമസിക്കുന്ന റെൻറ്റ് ഹൗസും അതുപോലെ തന്നെ ഈ വീടുമായിട്ട് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഒരു IC ആണ് എല്ലാ സമയത്തും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു IC സൈറ്റിൽ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം 2-3 തവണ വരും, ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഉള്ള ഞങ്ങൾക്കുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് അവിടെ വരുന്ന മെറ്റീരിയൽസ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മെറ്റീരിയൽ അത് മാറ്റിയിട്ട് വേറെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്കത് പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വർക്കൊക്കെ നല്ല രീതിക്കാണോ പോകുന്നത്, നടക്കുന്നത്. അവിടെ ഒരു സൂപ്പർവൈസറൊക്കെ ഉണ്ടാകും. പക്ഷേ ഇരുന്നാൽ കൂടി നമ്മുടെ ഒരു മേൽനോട്ടം ഉറപ്പായിട്ടും നമ്മുടെ വീട് പണിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു മേൽനോട്ടം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ സൈറ്റിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പേരിലാണ് ഞാനിത് എടുത്ത് പറയുന്നത്. എനിക്ക് എല്ലാ സമയത്തും വന്ന് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു IC തന്നെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എബ്രോഡ് നിൽക്കുന്നവരാണെങ്കിലും ഇപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ റിലേറ്റീവ്സിനെങ്കിലും നിങ്ങൾ ഏൽപ്പിച്ച് ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിയിലാണോ നടക്കുന്നതെന്ന് ഉറപ്പായിട്ട് ചെക്ക് ചെയ്യണം. അത് ഞങ്ങൾക്ക് ഇത്രയും ദിവസത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ നടക്കുന്ന വെൽഡിങ് വർക്ക് നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ മെയിൻ ഗേറ്റൊക്കെ നമ്മുടെ സ്കോപ്പിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തായിട്ടുള്ള തൊട്ടടുത്തുള്ള ഒരു വെൽഡറെ നമ്മൾ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ വെൽഡിങ് വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ ഈ വെൽഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു മേൽനോട്ടം വേണമെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മെയിൻ ഗേറ്റിൽ പ്രത്യേകിച്ച് വിക്കറ്റ് ഗേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു പ്ലെയിൻ ഗേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ പോയി നോക്കി ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു വിക്കറ്റ് ഗേറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബൈക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് തോന്നി. അങ്ങനെ നമ്മൾ അവിടെ ഒരു വിക്കറ്റ് ഗേറ്റ് കൊടുക്കുകയാണ് ചെയ്തത്, എക്സ്ട്രാ വിക്കറ്റ് ഗേറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഒരു ഇൻവോൾവ് അത്യാവശ്യം വേണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമ്മുടെ വീടിൻ്റെ ടെക്സ്ചർ വർക്കാണ്, ഫ്രണ്ട് സൈഡിൽ വരുന്നതാണ്. അപ്പോൾ അതെനിക്ക് അവർ സാമ്പിൾ ഒന്ന് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഈ ഒരു രീതിക്കാണ് വരുന്നതെന്ന്. ആദ്യം അവർ ചെയ്ത് തന്നപ്പോൾ കുറച്ച് ലൈറ്റായിരുന്നു, ഞാൻ കുറച്ചും കൂടി സ്റ്റെയിൻ ഒന്ന് കൂട്ടിയിട്ട് കുറച്ച് ഡാർക്കായിട്ടൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡിൽ വരുന്നതാണ് കേട്ടോ ഇത്. ഇങ്ങനെ വീട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് കുറച്ച് ടെക്സ്ചർ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഇങ്ങനെ ടെക്സ്ചർ വർക്കെല്ലാം ചെയ്യുന്നത് ഏകദേശം വീട്ടിൻ്റെ ഈ പാലുകാച്ചിൻ്റെ ഒരു 10 ദിവസം മുമ്പ് നടക്കുന്ന വർക്കുകളാണ് കേട്ടോ. 10-11 ദിവസം മുമ്പ് നടക്കുന്ന വർക്കുകളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ ഈ പാലുകാച്ചി ഉണ്ടാവുമോ, അതോ ഇനി കുറച്ച് ദിവസം വീണ്ടും നീണ്ടു പോവുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷനിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് നമ്മൾ ഒരു 7 ദിവസം കിടക്കുകയാണ്, അതായത് ഒരു 7 ദിവസം ബാലൻസ് നിൽക്കുകയാണ് നമ്മുടെ വീടിൻ്റെ പാലുകാച്ചിൻ്റെ ഡേറ്റ് എടുത്തത്. അപ്പോഴത്തേക്കും ഒരുപാട്, അതായത് ഇന്റീരിയർ സൈഡിൽ നിന്നും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈഡിൽ നിന്നും ഒക്കെ ഒരുപാട് ലേബേഴ്സിനെ വെച്ചിട്ട് അവർ പെട്ടെന്ന് ചെയ്ത് തീർത്ത് തരികയാണ് ചെയ്തത്. ലാസ്റ്റ് സമയത്തുള്ള വർക്കുകളാണ് ഈ വുഡിൻ്റെ പോളിഷിംഗ് വർക്കെല്ലാം ലാസ്റ്റ് സമയത്താണ് നടന്നത്. വീട്ടിൽ മൊത്തത്തിൽ നമ്മൾ വുഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പോളിഷിംഗ് വർക്ക് ഒരു സൈഡ് നടന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് പല
പല ഭാഗത്തായിട്ട് പുട്ടി വർക്കിൻ്റെ കറക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ ചെയ്ത് തീർക്കായിരുന്നു. ഇതെല്ലാം ലാസ്റ്റ് ഒരു 10-12 ദിവസത്തിൽ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മെയിൻ വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വർക്കുകളാണ് ഇത്രയും സമയമെടുത്തത്. അപ്പോൾ നമുക്ക് വീട് പണി കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, എപ്പോഴും ലാസ്റ്റ് വരുന്ന ഈ ഒരു കംപ്ലീഷൻ വർക്കിനാണല്ലോ കൂടുതൽ സമയം എടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. മെയിൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെയാണ് ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടുള്ളത്. ഇപ്പം ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ പെയിൻറ് ചെയ്യുന്നത്. ഞങ്ങൾ ഡേറ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ പെയിൻറ്റിങ്, വീട്ടിനുള്ളിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നത്. നമുക്ക് അപ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് ആയി, ഓക്കെ പെയിൻറ്റിങ് ഒക്കെ വീടിനുള്ളിലൊക്കെ പെയിൻറ്റിങ്, പുറത്തൊക്കെ കഴിഞ്ഞു, വീടിനുള്ളിലെ പെയിൻറ്റിങ് വളരെ പെട്ടെന്ന് നടക്കുന്നു തോന്നി. കാരണം നൈറ്റും കൂടെ നിന്നിട്ട് അവർ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും വരുന്ന മെയിനായിട്ടുള്ള പെയിൻ്റാണ് ഇപ്പോൾ ഈ ചെയ്തു പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് വാളിൽ പെയിൻറ്റ് വരുന്നുണ്ട്. അത് അവർ സാമ്പിൾ ഒന്ന് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ബ്ലൂ കളർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ പേരിൽ അത് മാറ്റുന്നുണ്ട്, വേറൊരു കളർ നമ്മളൊന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കളറായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ നമ്മുടെ കാർ പോർച്ചാണിത്. അപ്പോൾ ആ കാർ പോർച്ചിൻ്റെ വർക്ക് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഗേറ്റ് വർക്കും കാർ പോർച്ചിൻ്റെ വർക്കൊക്കെ നമ്മൾ ഒരാളെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ്സ്കേപ്പ് എല്ലാം നമ്മുടെ സ്കോപ്പിൽ തന്നെ വരുന്നതാണ്. ആദ്യം നമ്മുടെ സൈറ്റെല്ലാം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണിത്. ഇത് നമ്മുടെ വീടിൻ്റെ മറ്റൊരു സൈഡാണ്. അപ്പോൾ അവിടെ കുറച്ച് മെറ്റൽസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നമ്മൾ സ്റ്റോണാണ് ചെയ്യുന്നത്, ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ടിട്ട് അതിൻ്റെ സൈഡിലായിട്ട് പെബിൾസ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. ഒരു സൈഡിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, മറു സൈഡിൽ നമ്മൾ ചെയ്യുന്നത് സ്റ്റോൺ വിത്ത് ഗ്രാസോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, സ്റ്റോൺ വിത്ത് ഗ്രാസ് ആണ്. ഇതിപ്പോൾ നമ്മുടെ വീട് വർക്കിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ലൈറ്റിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ വീട്ടിലെ പല ഭാഗത്തുള്ള ആ ഒരു വർക്കുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് വീടിൻ്റെ പാലുകാച്ചിനൊരു ഡേറ്റ് എടുക്കാമെന്ന് ഉറപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ 7 ദിവസം കിടക്കുകയാണ് കേട്ടോ ഡേറ്റ് എടുത്തത്. ഡേറ്റ് എടുത്തിട്ടും ഞങ്ങൾക്ക് ആ ഒരു സമയത്തിനൊന്നും ആരെയും വിളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് തീരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു 2-3 ദിവസം മുമ്പൊക്കെയാണ് ഞങ്ങൾക്ക് ഓക്കെ ഷുവറായത്, ഇത് ഉറപ്പായിട്ട് ഇത് തീർന്ന് കിട്ടും, എങ്ങനെയെങ്കിലും നമുക്ക് പാലുകാച്ചിനുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് വീട് മാറും, കുറച്ച് വർക്കുകളെ ബാക്കി ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു രീതി വന്നപ്പോഴാണ് നമ്മൾ ഓക്കെ ഇനി ആ എടുത്ത ഡേറ്റിൽ തന്നെ നമുക്ക് പാലുകാച്ചി നടത്താമെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ പേരിൽ തന്നെ 2-3 ദിവസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളതിൻ്റെ പേരിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട അടുത്ത റിലേറ്റീവ്സിനെയും അതുപോലെ തന്നെ ഏറ്റവും വേണ്ട അടുത്ത ആൾക്കാരെ മാത്രമേ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. കാരണം മറ്റുള്ള എല്ലാവരും വിളിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡേറ്റ് മുമ്പേ വേണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ചെന്ന് ക്ഷണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് ഏറ്റവും അടുത്ത ആൾക്കാരെ മാത്രമേ നമുക്ക്, റിലേറ്റീവ്സിനെയും ഏറ്റവും അടുത്ത ആൾക്കാരെ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ വീട് ഇതിപ്പോൾ ഇങ്ങനെ ഏകദേശം ഫിനിഷിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഏകദേശം ഒരാഴ്ച മുമ്പുള്ള കാര്യങ്ങളാണ്. ഈ ഒരാഴ്ച കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാകും എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും നമ്മുടെ വീടിൻ്റെ പാലുകാച്ചി കഴിഞ്ഞിട്ടുണ്ടാകും. ഉടൻ തന്നെ ഞാൻ പാലുകാച്ചിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ.